നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്ത് യാചനാ സമരം നടത്തി വാർത്തകളിൽ ഇടം പിടിച്ച മറിയക്കുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രായത്തിന്റെ യാതൊരു അവശതകളും ഇല്ലാതെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു മറിയക്കുട്ടി നടത്തിയത്. അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ മറിയക്കുട്ടി ഒരു സ്റ്റാർ ആയിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു വിവാദം, അതിന് പിന്നാലെ പല വിവാദങ്ങളും ഇങ്ങനെ ഒഴുക്കുപോലെ വന്നിരുന്നെങ്കിലും ഇപ്പോൾ മറിയക്കുട്ടിക്ക് പെൻഷൻ മുടങ്ങിയതിൽ സർക്കാരിനെ ഇരുത്തി പൊരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. പെൻഷൻ നൽകിയേ തീരുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ കുറിച്ച് നമുക്ക് അറിയാം. സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിക്കുന്ന ഒരാളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അപ്പോൾ ഈ ഒരു വിഷയം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുൻപിലെത്തിയപ്പോൾ സർക്കാരിന് കിട്ടേണ്ടതൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പെൻഷൻ നൽകിയില്ലെങ്കിൽ അല്ലാത്ത പക്ഷം മറിയക്കുട്ടിയുടെ 3 മാസത്തെ ചിലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 78 വയസ്സായ വൃദ്ധയാണ് പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മറ്റു വരുമാനങ്ങളില്ലാത്തയാളാണ് അവർ. സർക്കാരിന്റെ മറ്റു കാര്യങ്ങൾക്ക് ചിലവാക്കാൻ ഇവിടെ പണമുണ്ട്. പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചിലവെങ്കിലും കൊടുക്കൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. മുതിർന്ന പൗരയായ ഹർജിക്കാരിയുടെ പ്രശ്നം സർക്കാർ അല്ലാതെ മറ്റാര് പരിഹരിക്കുമെന്നും കോടതി ആരാഞ്ഞു. 1600 രൂപയല്ലേ ചോദിക്കുന്നുള്ളൂ എന്നും കോടതി ആരാഞ്ഞു. എന്തുകൊണ്ട് ഹർജിക്കാരിയെ പോലെയുള്ളവർക്ക് മുൻഗണന നൽകുന്നില്ലെന്നും കോടതി വിമർശനം ഉന്നയിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ മുടങ്ങാൻ കാരണമെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. കൂടാതെ കേന്ദ്ര വിഹിതവും ലഭിക്കുന്നില്ല എന്നും സർക്കാർ വാദിച്ചു. എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന വാദത്തെ കോടതി ചോദ്യം ചെയ്തു. പണമില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ മുടക്കുന്നുണ്ടോ എന്നും കോടതി തിരിച്ചു ചോദിച്ചു. നവകേരള സദസ്സിനായി കോടികൾ പിരിക്കുകയും ചെലവാക്കുകയും ചെയ്യുന്ന സർക്കാരിനെ പെൻഷൻ നൽകാൻ പണമില്ലെന്ന് പറയരുതെന്നും ഈ പണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും കോടതി പറഞ്ഞു. ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാൽ കോടതിക്ക് മുൻപിലെത്തിയ മറിയക്കുട്ടി ഒരു VIP ആണ്. അങ്ങനെയാണ് കോടതി പരിഗണിക്കുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഏതായാലും കോടതിക്ക് പൗരന്റെ ഒപ്പം നിന്നേ പറ്റൂ. 1600 രൂപ സർക്കാരിന് ഒന്നുമല്ലാതായിരിക്കാം, എന്നാൽ മറിയക്കുട്ടിക്ക് അതൊരു വലിയ തുകയാണെന്നും കോടതി പറഞ്ഞു. മറിയക്കുട്ടിക്ക് വിധവാ പെൻഷൻ നൽകുന്ന കാര്യത്തിൽ സർക്കാരിനോട് തീരുമാനം അറിയിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലിയിൽ വയോധികരായ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും ഒരുമിച്ചാണ് മൺചട്ടിയുമായി ഭിക്ഷയാചിച്ച് തെരുവിലേക്ക് ഇറങ്ങിയത്. സമരം അതിന്റെ വാർത്തകളെല്ലാം തന്നെ വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായിരുന്നു. കടകൾ തോറും അതുപോലെ തന്നെ തെരുവിലിരിക്കുന്നവരോടെല്ലാം തന്നെ ഭിക്ഷയാചിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സമരം, വേറിട്ടൊരു സമരം. അതും യാതൊരു രാഷ്ട്രീയ പിന്തുണയും ഇല്ലാതെയാണ് ഈ ഒരു പ്രായമായിട്ടും ഈ ഒരു 2 അമ്മമാർ ഇത്തരത്തിൽ ഒരു മൺചട്ടിയുമായി ഭിക്ഷയ്ക്ക് ഇറങ്ങിയത്. ഏതായാലും മരുന്നിന് ഉപജീവനത്തിന് വേണ്ടിയായിരുന്നു അവരന്ന് ഭിക്ഷ യാചിച്ചത്. വാർത്തയെ തുടർന്ന് ഇവരിൽ ഒരാളായ അന്നക്കുട്ടിക്ക് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ മറിയക്കുട്ടിക്ക് വിധവാ പെൻഷൻ നൽകാൻ പണമില്ലെന്നായിരുന്നു പഞ്ചായത്തിന്റെ വിശദീകരണം. അതുമാത്രമല്ല, അതിന് പിന്നാലെ തന്നെ മറിയക്കുട്ടിക്കെതിരെ ചില രൂക്ഷമായ, ഇത്രയും പ്രായമായിട്ടുള്ള ഒരു അമ്മയ്ക്ക് നേരെ വരെ ദേശാഭിമാനി പത്രത്തിൽ ഈ അമ്മയ്ക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്, ഇത്തരത്തിൽ പെൻഷന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലല്ല വെറും വ്യാജ വാർത്തകളും ദേശാഭിമാനി പടച്ചുവിട്ടിട്ടുണ്ട്. പിന്നീട് തെറ്റുകൾ മനസ്സിലായപ്പോൾ, അല്ലെങ്കിൽ അതിൽ യാതൊരു വിധത്തിലുള്ള സത്യവുമില്ലെന്ന് മനസ്സിലായപ്പോൾ ദേശാഭിമാനി തന്നെ പിന്നീട് അത് തിരുത്തിക്കൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. അതിനുശേഷം സുരേഷ് ഗോപിയും നേരിട്ടെത്തിയിട്ട് എല്ലാവിധത്തിലുള്ള സഹായവും നൽകാമെന്നും മറിയക്കുട്ടിയെ നേരിട്ട് എത്തിയിട്ട് അറിയിച്ചിരുന്നു. എന്നിരുന്നാലും പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ട് വീടിന് നേരെ കല്ലേറ് വരെ ഉണ്ടായി. എന്നിരുന്നാലും തന്നെ ഒറ്റയാൾ പോരാട്ടം നിർത്തില്ല എന്ന് തന്നെയായിരുന്നു മറിയക്കുട്ടിയുടെ വാദം. ഏതായാലും അതാണ് ഇപ്പോൾ വിജയം കണ്ടിട്ടുള്ളത്. ഏതായാലും ഹൈക്കോടതിയും മറിയക്കുട്ടിക്ക് പെൻഷൻ സർക്കാർ നൽകി മതിയാകൂ എന്ന് പറയുക മാത്രമല്ല, രൂക്ഷമായ ഭാഷയിൽ ഈ പ്രായമായ കാലത്തും അവരൊരു VIP പോലെയാണ് കോടതി പരിഗണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുക തന്നെയാണ് ചെയ്തത്. ഇത് മറിയക്കുട്ടിയുടെ ഒരു വിജയം തന്നെയാണ്, ഒറ്റയാൾ വിജയമാണ് ഇപ്പോൾ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്.